ഇന്ന് ലോക ക്യാൻസർ ദിനമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി പാറശാല, വെള്ളറട, അമ്പൂരി, കള്ളിക്കാട് തുടങ്ങിയ മേഖലകളിൽ ഞാൻ യാത്ര ചെയ്ത സമയത്ത് പല വീടുകളിലും എൻ്റെ സഹപ്രവർത്തകർ എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയുണ്ടായി. അവയിൽ ഏകദേശം 10ഓളം വീടുകളിൽ ക്യാൻസർ ബാധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർ ചികിത്സയിലാണ്. അത് വളരെയധികം എന്നെ വേദനിപ്പിച്ചതും അതുപോലെ തന്നെ ചിന്തിപ്പിച്ചതുമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എനിക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അവരിൽ 2 പേരുടെ അവസ്ഥ വളരെ ഗുരുതരമാണ്. സാമ്പത്തികമായിട്ട് അവർ വളരെ ബുദ്ധിമുട്ടിലാണ്. അടുത്ത ദിവസം ആശുപത്രിയിൽ പോകാൻ പോലും കയ്യിൽ കാശില്ലാതെ വിഷമിക്കുന്ന മനുഷ്യരെയാണ് എനിക്ക് അവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. അതിൽ ഒരു വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ അടുത്തിടെ ഒരാഴ്ചയ്ക്ക് ഇപ്പുറമാണ് ഇങ്ങനെ ഒരു അസുഖം അയാളെ ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഒരു വീട് വെച്ച് പണി പൂർത്തിയാകുന്നതിന് മുമ്പ് കയറി താമസിക്കുകയും എന്നാൽ ഒരു ലോൺ എടുത്താണ് ആ വീട് വെച്ചത്. അതിനെ തുടർന്ന് ജപ്തിയുടെ രൂപത്തിൽ അയാളെ ആ വീടും വേട്ടയാടുകയാണ്. ജപ്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നപ്പോൾ നല്ലവരായിട്ടുള്ള നാട്ടുകാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും ഇടപെടൽ കൊണ്ട് ആ വീട് വിറ്റ് ബാങ്ക് ലോൺ തീർത്തുകൊള്ളാം എന്ന് പറഞ്ഞ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ വീട് ജപ്തി ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥർ 2 മാസത്തെ അവധി നൽകി തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. നമ്മുടെ നാടിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായിട്ടുള്ള ഒരു വിപത്തായി ക്യാൻസർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിലെ ശരാശരിയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിതരുള്ളത് കേരളത്തിലാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസ് ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലുമാണ്. എന്തുകൊണ്ടാണ് ഈ അസുഖം ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടേയിരിക്കുന്നത്? പനിയോ ജലദോഷമോ വരുന്നത് പോലെ ഇത് ആൾക്കാരെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മുടെ ആഹാരശീലം കൊണ്ടാണെന്നുമൊക്കെ ജീവിതശൈലി രോഗങ്ങളായിട്ട് പറഞ്ഞ് ഈ ഇത്രയും മാരകമായിട്ടുള്ള അസുഖത്തെ നമ്മൾ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിന് കാരണമാകുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ശുദ്ധത ഉറപ്പുവരുത്തുന്നതിനും ആരെങ്കിലും ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കാനോ ഒന്നും തന്നെ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഭീതിതമായിട്ടുള്ള ഒരു വസ്തുത. ആദ്യം വേണ്ടത് ഗൾഫ് നാടുകളിലെ പോലെ ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നവരെ കടുത്ത ശിക്ഷ നൽകി, ഏറ്റവും വലിയ ശിക്ഷ നൽകി, മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകുകയാണ് വേണ്ടത്. അതിനുള്ള ശക്തമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകണം. ആ നിയമങ്ങൾ നടപ്പിലാക്കുവാൻ ഇച്ഛാശക്തിയുള്ള ഉദ്യോഗസ്ഥരുണ്ടാകണം. സാധിക്കുന്ന തരത്തിലുള്ള ഭരണാധികാരികൾ ഉണ്ടാകണം ഇവിടെ. എങ്കിൽ മാത്രമേ നമ്മുടെ നാടിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളിൽ നിന്ന് നമ്മുടെ വരും തലമുറയെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന, കടകളിൽ കിട്ടുന്ന ഭക്ഷണങ്ങളല്ലേ നമുക്ക് വാങ്ങി കഴിക്കുവാൻ വേണ്ടി സാധിക്കൂ. അല്ലാതെ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ ആ കടകളിൽ നൽകുന്ന ഭക്ഷണങ്ങൾ, ആ കടകളിലേക്ക് എത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ മായം ചേർക്കാത്തതാണ് എന്ന് ഉറപ്പുവരുത്തുക.